രാവിലെ തന്നെ വീടൊക്കെ പൂട്ടി കുളിച്ചൊരുങ്ങി സെറ്റ് സാരി എടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കാരണം ആരും ചോദിക്കില്ല. കാരണം സെറ്റ് സാരി എടുത്തിട്ട് വേണ്ട എല്ലാവർക്കും അറിയാം അമ്പലത്തിലേക്കാണ് പോകുന്നതെന്ന്. അപ്പം പിന്നെ ആരും ചോദിക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചിറങ്ങിയതാണ്. പിന്നെ പുതിയ വണ്ടിയൊക്കെ എടുത്തപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ രാവിലെ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകുന്നതാണ്. ഞാൻ നാട്ടിൽ പോയാൽ എപ്പോഴും നാട്ടിലെത്തിയ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എനിക്ക് അമ്പലത്തിൽ പോകണം. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അങ്ങനെ അടുത്തുള്ള കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് പോയത് കേട്ടോ. ആദ്യം തന്നെ അവിടെ തൊഴുത് കളരിവാതുക്കൽ അമ്മയോട് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷങ്ങളും അങ്ങനെ അവിടെ ഒന്ന് ഒരു പ്രദക്ഷിണമൊക്കെ വെച്ച് അങ്ങനെ ആ സമയത്തൊക്കെ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ്, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഭാഗ്യം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അതിൻ്റെ അടുത്ത് തന്നെ ഒരു കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് രാവിലെ ഒന്നും എത്ര അമ്പലത്തിൽ പോയാലും മതിയാവില്ല, അത്രമാത്രം ഇഷ്ടമാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടി. അങ്ങനെ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി. നമ്മൾ കണ്ണൂർക്കാർ കടലായി അമ്പലം എന്നാ പറയാം കേട്ടോ. നമ്മൾ എവിടെയാണ് പോകുന്നത്, ആരെങ്കിലുമൊക്കെ എവിടെയാണ് പോകുന്നത്, ഒന്ന് കടലായി അമ്പലത്തിൽ പോയി വരാം, അങ്ങനെയൊക്കെയാണ് പറയാം. അപ്പോൾ അങ്ങനെ കടലായി അമ്പലത്തിൽ എത്തുമ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു, നല്ല ആളുണ്ടായിരുന്നു. അങ്ങനെ അകത്ത് കയറി ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങി. അപ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു ആശ്വാസം കിട്ടി കേട്ടോ. അങ്ങനെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി. അവിടെയും ഒരു പ്രദക്ഷിണം വെക്കണം. പ്രസാദം വാങ്ങിയിട്ട് ഒരു പ്രദക്ഷിണമൊക്കെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ നമ്മളെപ്പോഴും എന്താ പറയുക, എപ്പോഴും നല്ല ഒരു ചിന്തയോട് കൂടിയായിരിക്കുമല്ലോ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ കയറി പ്രാർത്ഥിച്ച് തൊഴുത് ഇറങ്ങിയൊക്കെ കഴിയുമ്പോഴുള്ളൊരു സന്തോഷം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കടലായ അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തിറങ്ങിയിട്ട് പിന്നെ അങ്ങനെ വണ്ടി കുറച്ച് ദൂരമാണ് പാർക്ക് ചെയ്തത്. കാരണം അവിടെയെല്ലാം നല്ല തിരക്കായതുകൊണ്ട് തന്നെ പാർക്കിംഗ് അത്ര അടുത്ത് കിട്ടിയില്ല നമുക്ക്. അങ്ങനെ അവിടേക്ക് നടന്നു പോയിട്ട് അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ തന്നെ ആയതുകൊണ്ട്. കാരണം അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ ഞാനൊന്നും കഴിക്കില്ല. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഒരു ചായ പോലും കുടിക്കും, ഒരു വെള്ളം പോലും കുടിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇനി നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം വയറ് വിശന്നു. അങ്ങനെ